എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പച്ചടിയാണ്. അപ്പോൾ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് പച്ചടി. അപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ട് എങ്ങനെയാണ് പച്ചടി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പഴുത്ത ഏത്തപ്പഴമാണ് ഇവിടെ ഞാൻ പച്ചടി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചടി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടും വെജിറ്റബിൾസ് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏത്തപ്പഴം വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി ഏത്തപ്പഴം പഴുത്തതാണ്, തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ പച്ചടിയിൽ സവാള ഒന്നും ചേർക്കാറില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാളയും ഒരു പച്ചമുളകും എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥലത്ത് സാധാരണയായിട്ട് സവാള ചേർക്കാറുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏത്തപ്പഴം ഈ പച്ചമുളകിൽ കിടന്ന് വേവുമ്പോൾ അതിലേരിയൊക്കെ ഏത്തപ്പഴത്തിൽ പിടിക്കും. അപ്പോൾ ഇത് ഞാൻ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, വെളുത്ത കളറിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അരപ്പിനകത്ത് നമുക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ ഞാനൊരു 1/4 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കടുക്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാകും, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി കൂടി ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പാണ് നമ്മൾ പച്ചടിക്കായിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓണത്തിന് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ പച്ചടിക്കെല്ലാം കൂടി ഒരുമിച്ച് അരച്ച് വെക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ അരപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 100 ml തൈര് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട തൈരാണെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഓഫാക്കിയിട്ട് വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്തതിന് ശേഷം ഇത് ചൂടാക്കാനായിട്ട് പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് കടുക് താളിച്ചിടാവുന്നതാണ്. കടുക് താളിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് പച്ചടി തയ്യാറാക്കി എടുത്തു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് പച്ചടി തയ്യാറാക്കി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സദ്യയുടെ വിഭവങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.